ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 25. രുദ്രാക്ഷ മഹത്വം. ശിവാരാധന വിധാനങ്ങളും അവയുടെ ഫലങ്ങളും. ശിവാരാധന ഏതു വിധത്തിലാണ്, ഏത് പദ്ധതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുവാൻ ഞാൻ ശ്രീ ധർമ്മഗുപ്തനോട് അപേക്ഷിച്ചു. ശ്രീ ധർമ്മഗുപ്തൻ പറഞ്ഞു, പ്രിയ ശങ്കരഭട്ട്, ശിവപഞ്ചാക്ഷരി മന്ത്രജപമാണ് ആദ്യ അനുഷ്ഠാനം. മഹാന്യാസ വിധാനത്തോടുകൂടി ശിവാരാധന ചെയ്യുന്നതാണ് രണ്ടാമത്തെ അനുഷ്ഠാനം. രുദ്രാഭിഷേകത്തിൽ കൂടിയുള്ള ശിവാരാധനയാണ് മൂന്നാമത്തെ അനുഷ്ഠാനം. പഞ്ചാക്ഷരിയിലെ 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതം സ്നേഹം, ആസക്തി മുതലായ മൃഗീയ വികാരങ്ങളാൽ കെട്ടുപിണഞ്ഞതാണ്. അതുകൊണ്ട് അയാളെ പശു എന്ന് പറയുന്നു. ആ പശുത്വത്തിൽ, അതായത് മൃഗീയതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നവൻ പശുപതി. ശിവപഞ്ചാക്ഷരി മന്ത്രം 5 കോണുകളുള്ള ഒരു നക്ഷത്രമായി വർണ്ണിക്കപ്പെടുന്നു. 5 കോണുകളുള്ള ഈ മന്ത്രത്തിൽ മോക്ഷത്തിലേക്ക് നയിക്കുന്ന മന്ത്രമാണ് ആദ്യത്തേത്. ഭോഗഭാഗ്യങ്ങൾ നൽകുന്നതാണ് രണ്ടാമത്തെ മന്ത്രം. 5 ഉപചാരങ്ങളിൽ ഭൂതതത്വമാണ് ചന്ദനം, ജലതത്വമാണ് നാളികേരജലം, അഗ്നിതത്വമാണ് ദീപാരാധന, വായുതത്വമാണ് സാമ്പ്രാണി, ധൂപം മുതലായവ, ആകാശതത്വമാണ് മണിനാഥം. പഞ്ചാക്ഷരിയിലെ 5 അക്ഷരങ്ങളുടെ തത്വങ്ങളെക്കുറിച്ച് പര്യാലോചിക്കുന്ന സാധകന്മാർക്ക് അവയുടെ തത്വങ്ങൾ 5 നിറങ്ങളായി കാണപ്പെടുന്നു. രസത്തിൻ്റെ പവിഴമണി പോലുള്ള വെള്ളിപ്രകാശം, പവിഴത്തിൻ്റേതു പോലുള്ള ചുവന്ന ഉജ്ജ്വല ശോഭ, സ്വർണത്തിൻ്റെ കാന്തി പോലുള്ള മഞ്ഞപ്രഭ, നീലാകാശം പോലെ പ്രസരിക്കുന്ന വിശ്വവ്യാപ്തമായ നീലകാന്തി, ശുദ്ധമായ വെളുത്ത വെളിച്ചം, ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്ന ജ്യോതിക്ക് ഋഷീശ്വരന്മാർ സന്ധ്യോപാസന എന്നു പേരിട്ടു. യന്ത്രവും മന്ത്രവും പഞ്ചതത്വസാധനയും യോഗസാധനയും ആത്മസമർപ്പണവും പ്രധാനമായ സാധനാംശങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇവയിൽ കൂടി ദേഹാത്മബുദ്ധി നശിച്ച് ജീവിയുടെ ദേഹം ദേവാലയമായും അതിൽ പ്രകാശിക്കുന്ന ജീവൻ ശിവാത്മാവായും മാറി മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു. ഈ സ്ഥിതിയിൽ എത്തുവാൻ പഞ്ചാക്ഷരി മന്ത്രജപവും മഹാന്യാസപൂർവക ശിവാരാധനയും രുദ്രാഭിഷേകവും വളരെ ഉപകരിക്കും. വിഷ്ണു സഹസ്രനാമ സ്തോത്രം കൊണ്ട് പ്രീതിപ്പെടും. ഗണപതിക്ക് മോദകത്തിലാണ് പ്രീതി. സൂര്യൻ നമസ്കാരപ്രിയനാണ്. ചന്ദ്രൻ അർഘ്യപ്രിയനാണ്. അഗ്നിക്ക് ഹവിസ്സും പ്രിയമാണ്. ശിവൻ അഭിഷേകം കൊണ്ട് സംപ്രീതനാകുന്നു. പണ്ട് ബ്രഹ്മകൽപ്പത്തിൽ പ്രളയകാലത്ത് ഭാവിയിൽ സൃഷ്ടിക്കു വേണ്ടി എല്ലാത്തരം ജീവരാശികളുടെയും വൃക്ഷങ്ങൾ, ഔഷധസസ്യങ്ങൾ മുതലായവയുടെയും വിത്തുകൾ ഒരു കുടത്തിൽ നിറച്ചു. അതിൽ അമൃതവും എല്ലാ സമുദ്രങ്ങളിലും എല്ലാ നദികളിലും നിന്നുമുള്ള ജലവും ഒഴിച്ചു. ഗായത്രി മന്ത്രത്തോടു കൂടി തൻ്റെ പ്രാണശക്തിയെയും അതിലേക്ക് ആവാഹിച്ചു. ഇതിനെ പൂർണ്ണകുംഭം എന്ന് പറയുന്നു. ഈ പൂർണ്ണകുംഭത്തിൽ നിന്നുള്ള അമൃത് കൊണ്ട് മഹർഷിമാർ നിരന്തരം ധാരയായി ഭൂമിയെ അഭിഷേകം ചെയ്തു. ഈ കലശാഭിഷേകം കൈലാസഗിരിയിൽ ചെയ്തപ്പോൾ അത് അമൃതസ്ഥാനമായി. ശ്രാവണ പൂർണിമ നാൾ അമരനാഥ് ഗുഹയിൽ ഹിമശിവലിംഗം പ്രകൃതി സഹജമായി ഉണ്ടാകുന്നു. ആ അമർനാഥനെ ദർശിക്കുമ്പോൾ എല്ലാ പാപങ്ങളും നശിക്കുന്നു. വസിഷ്ഠ, അഗസ്ത്യ മഹാമുനിമാരുടെ ജനനം. ആ പൂർണ്ണകുംഭം കമഴ്ത്തിയപ്പോൾ അതിൽ നിന്ന് 2 മഹർഷിമാർ അവതരിച്ചു. ആദ്യം പുറത്തു വന്ന വസിഷ്ഠൻ വെളുത്ത തേജസ്സോടെ ആവിർഭവിച്ചു. രണ്ടാമതായി അഗസ്ത്യൻ നീല തേജസ്സോടെ ദേവതകളായ മിത്രാവരുണന്മാരുടെ അംശങ്ങളോടെ ജന്മമെടുത്തു. പൂർണ്ണകുംഭത്തിലുള്ള അമൃതീകരണം ചെയ്ത ജലം കൊണ്ട് 11 പ്രാവശ്യം ഏകാദശ രുദ്രാഭിഷേകം ചെയ്യണം. ഇത് ചെയ്യുന്നത് കൊണ്ട് ഏകാദശി തിഥി നോറ്റ പുണ്യം ഏകാദശ രുദ്രസ്വരൂപമായ പരമേശ്വരൻ്റെ അനുഗ്രഹമായി ലഭിക്കുന്നു. ഏകാദശ രുദ്രന്മാരും വൈഷ്ണവരുടെ ഏകാദശി തിഥിയും തമ്മിൽ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ശിവകേശവന്മാർ അഭിന്ന സ്വരൂപമാണെന്ന് അറിയണം. നമകമന്ത്രം കൊണ്ട് ഏകാദശ രുദ്രാഭിഷേകം ചെയ്യുമ്പോൾ
അപമൃത്യുദോഷം നീക്കം ചെയ്യപ്പെടുന്നു. സോമലതയുടെ അധിഷ്ഠാനമൂർത്തി ചന്ദ്രനാണ്. ചന്ദ്രൻ പുനരുജ്ജീവനത്തിന് മൂലസാധനമായ ശക്തിയെ വർഷിക്കുന്നു. ഈ ചന്ദ്രക്കല യോഗിയുടെ ശിരസിൽ ഭൂമധ്യത്തിനു മുകളിലും സഹസ്രാരത്തിനു മുമ്പിലുമായി പ്രകാശിക്കുന്നു. ഈശ്വരൻ്റെ വിവിധ രൂപവർണ്ണന. ഈ കാരണം കൊണ്ടാണ് ശിവൻ്റെ ശിരസിനെ ചന്ദ്രക്കല അലങ്കരിക്കുന്നു എന്ന് പറയുന്നത്. ഖൂർജര ദേശത്ത്, അതായത് ഗുജറാത്തിൽ, സോമനാഥ ക്ഷേത്രത്തിൽ ചന്ദ്രകാന്ത ശില കൊണ്ട് നിർമ്മിച്ച പ്രകാശിക്കുന്ന ചന്ദ്രക്കല തലയിൽ ചൂടിയ സ്ഫടികലിംഗം പൂജിക്കപ്പെടുന്നു. താൻ സ്വയം രുദ്രത്വം നേടുന്നതുവരെ ഒരാൾ രുദ്രാഭിഷേകം ചെയ്യരുത് എന്ന് ശാസ്ത്രം അനുശാസിക്കുന്നു. മഹാന്യാസകാലത്ത് സർവവും സംഹരിക്കപ്പെടുന്നു. അതുകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആൾ കാലാത്മകത്വവും യജ്ഞസ്വരൂപവും ശരീരത്തിൽ ന്യാസം ചെയ്തിട്ട് വേണം രുദ്രാഭിഷേകം ചെയ്യുവാൻ. ബോധായന മഹർഷി പ്രോക്തമായ മഹാന്യാസ രുദ്രാഭിഷേക വിധാനത്തിൽ ശിവന്റെ തൽപുരുഷൻ, അഘോരൻ, സദ്യോജാതൻ, വാമദേവൻ, ഈശാനൻ എന്നീ മൂർത്തികളെ വർണ്ണിച്ചിട്ടുണ്ട്. തത്പുരുഷന് പ്രളയാഗ്നി വിദ്യുത് വർണ്ണമാണ്. അഘോരമൂർത്തിക്ക് മേഘനീലിമ അഥവാ വണ്ടിൻ്റെ കറുത്ത നീല നിറമാണ്. സദ്യോജാതമൂർത്തിക്ക് ചന്ദ്രൻ്റെ ധവളവർണ്ണമാണ്. വാമദേവമൂർത്തിക്ക് മഞ്ഞിൻ്റെ വെളുത്ത നിറമാണ്. ഈശാനമൂർത്തി ആകാശവർണ്ണമുള്ള തേജോമൂർത്തിയാണ്. രുദ്രൻ്റെ എണ്ണം എത്രയോ ആയിരങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് രുദ്രഗണങ്ങൾ എന്ന് പറയപ്പെടുന്ന ദേവതകൾ ഒരു ഗണത്തിന് 3 എന്ന തോതിൽ ഏകാദശ രുദ്രമൂർത്തികൾക്ക് 33 കോടി രുദ്രഗണങ്ങൾ ഉണ്ട്. ഇവ ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും ജലത്തിലും വായുവിലും ശരീരത്തിലും മനസ്സിലും പ്രാണനിലും വ്യാപിച്ചിരിക്കുന്നു. ശ്രീപാദനെ ആരാധിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് 33 കോടി രുദ്രഗണങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നു. ഈ 33 കോടി രുദ്രഗണങ്ങൾക്ക് പ്രഭു ഗണപതിയാണ്. അതുകൊണ്ട് തന്നിലുള്ള ഗണപതി തത്വത്തെ യോഗപരമായി വെളിപ്പെടുത്തുവാനായി ശ്രീപാദ ശ്രീവല്ലഭൻ ഗണേശ ചതുർത്ഥി ദിവസം ഈ ഭൂമിയിൽ അവതരിച്ചു. അതുകൊണ്ട് ശ്രീപാദനെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് 33 കോടി രുദ്രഗണങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നു. രുദ്രാക്ഷങ്ങളുടെ വർണ്ണന. ശിവഭക്തന്മാർ നിർബന്ധമായി രുദ്രാക്ഷം ധരിക്കണം. രുദ്രാക്ഷങ്ങളിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രജാതികൾ ഉണ്ട്. വെളുത്ത രുദ്രാക്ഷങ്ങൾ ബ്രാഹ്മണജാതിയാണ്. അവ ദുർലഭമാണ്. ചുവപ്പ് നിറവും തേനിൻ്റെ നിറവുമായ രുദ്രാക്ഷങ്ങൾ ക്ഷത്രിയ ജാതിയാണ്. പുളിങ്കുരുവിൻ്റെ നിറമുള്ള രുദ്രാക്ഷങ്ങൾ വൈശ്യ ജാതിയാണ്. കറുത്ത രുദ്രാക്ഷങ്ങൾ ശൂദ്രജാതിയാണ്. 5 മുതൽ 16 വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളാണ് സാധാരണയായി ലഭിക്കുന്നത്. പാലിലോ വെള്ളത്തിലോ ഇട്ടാൽ രുദ്രാക്ഷം താണുപോകുന്നു. കനം കുറഞ്ഞതോ മൂക്കാത്തതോ ആയ രുദ്രാക്ഷം ധരിക്കുന്നത് നിഷിദ്ധമാണ്. ഒരു രുദ്രാക്ഷം ഒരു ചെമ്പ് തളികയിൽ വെച്ച് ഒരു ചെമ്പ് കരണ്ടി അതിനു മുകളിൽ വെച്ച് ആ പാത്രം തറയിൽ വെച്ചാൽ രുദ്രാക്ഷം ഒരു സാളഗ്രാമം പോലെ പ്രദക്ഷിണമായി തിരിയുന്നുവെങ്കിൽ അത് നല്ല ഇനം രുദ്രാക്ഷമാണ്. ചില രുദ്രാക്ഷങ്ങൾ അപ്രദക്ഷിണമായി തിരിയും. അവ ദാരിദ്ര്യമുണ്ടാക്കും. ഗൃഹസ്ഥന്മാർ അത് ഉപയോഗിക്കരുത്. അവർ അത് ഉപയോഗിക്കുന്നെങ്കിൽ ഭാര്യയുടെ മരണം, കുടുംബഛിദ്രം, സന്യാസയോഗം എന്നിവയുണ്ടാകും. എന്നാൽ തപസ്വികൾക്ക് അത് ഉപയോഗിക്കാം. കാലാഗ്നിരുദ്രൻ ഇപ്രകാരം നിർദ്ദേശിക്കുന്നു: ബ്രാഹ്മണർ വെളുത്ത രുദ്രാക്ഷവും ക്ഷത്രിയർ ചുവന്ന രുദ്രാക്ഷവും വൈശ്യർ ഇളം മഞ്ഞ രുദ്രാക്ഷവും ശൂദ്രർ കറുത്ത രുദ്രാക്ഷവും ധരിക്കണം. അപ്രകാരം ചെയ്താൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുകയും പാപങ്ങൾ നശിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറുകയും ചെയ്യും. ഏകമുഖി രുദ്രാക്ഷം ശിവസ്വരൂപ്യമാണ്. ദ്വിമുഖി രുദ്രാക്ഷം അർദ്ധനാരീശ്വര രൂപമാണ്. ത്രിമുഖി രുദ്രാക്ഷം അഗ്നിസ്വരൂപമാണ്. ചതുർമുഖി രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ്. പഞ്ചമുഖി രുദ്രാക്ഷം കാലാഗ്നി രുദ്രരൂപമാണ്. ഷൺമുഖി രുദ്രാക്ഷം കാർത്തികേയ രൂപമാണ്. സപ്തമുഖി രുദ്രാക്ഷം മന്മഥരൂപമാണ്. അഷ്ടമുഖി രുദ്രാക്ഷം രുദ്രഭൈരവ രൂപമാണ്. നവമുഖി രുദ്രാക്ഷം കപിലമുനി സ്വരൂപമാണ്. ഇത് വളരെ ദുർലഭമാണ്. ഇതിൽ വിദ്യാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ശാന്തശക്തി, വാമശക്തി, ജ്യേഷ്ഠശക്തി, രൗദ്രശക്തി, അംഗശക്തി, പശ്യന്തി എന്നീ നവശക്തികൾ ഉണ്ട്. അതുകൊണ്ട് നവമുഖി രുദ്രാക്ഷം ധർമ്മദേവതാ സ്വരൂപമാണ്. ദശമുഖി രുദ്രാക്ഷം വിഷ്ണു സ്വരൂപമാണ്. ഏകാദശി മുഖി രുദ്രാക്ഷം സാക്ഷാൽ രുദ്രാംശ രൂപമാണ്.
ദ്വാദശമുഖി രുദ്രാക്ഷം ദ്വാദശ ആദിത്യ രൂപമാണ്. ഈ വിധത്തിൽ രുദ്രാക്ഷങ്ങൾക്കും വിവിധ ദേവതാ സ്വരൂപങ്ങൾക്കും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ശ്രീപാദ ശ്രീവല്ലഭൻ തൻ്റെ പ്രകൃതിയിൽ പ്രവൃത്തി നിവൃത്തി ഗണങ്ങൾക്ക് അധിപതിയായ ഗണേശൻ്റെ തത്വങ്ങളും ചൈതന്യവും സ്വരൂപവും ധരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം 33 കോടി ദേവതകളുടെ ദിവ്യസ്വരൂപമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇച്ഛയില്ല എങ്കിൽ ഈ സൃഷ്ടിയിൽ ഒരു അണുവിനോ തന്മാത്രയ്ക്കോ നീങ്ങുവാനോ അനങ്ങുവാനോ കഴിയുകയില്ല. അദ്ദേഹമാണ് എല്ലാ ചലനങ്ങളുടെയും മൂലഭൂതമായ കാരണം. അദ്ദേഹമാണ് എല്ലാ കാരണങ്ങൾക്കും കാരണം. അദ്ദേഹത്തെ ശിവസ്വരൂപമായി നിരൂപിക്കുന്നവർക്ക് അദ്ദേഹം വിഷ്ണുരൂപമായി കാണപ്പെടുന്നു. വിഷ്ണുവായി കരുതുന്നവർക്ക് ശിവനാണെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് യുക്തിപൂർവമായ വിചിന്തനം ഒഴിവാക്കിക്കൊണ്ട് ശരണം പ്രാപിക്കുന്നവർക്ക് യഥാർത്ഥ രൂപം കാണുമാറാകുന്നു. ഇപ്രകാരം ശ്രീ ധർമ്മഗുപ്തൻ ശിവാരാധനാ പദ്ധതികളെയും രുദ്രാക്ഷ സംബന്ധമായ അനേകം വിഷയങ്ങളെയും എനിക്ക് വിവരിച്ചു തന്നു. പിന്നെ എൻ്റെ കൂടെ കുരുംഗഡ്ഡയിൽ വന്ന് ശ്രീപാദനെ ദർശിച്ച് ജന്മചാരിതാർത്ഥ്യം നേടുവാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുരുംഗഡ്ഡയിൽ വന്ന് ശ്രീപാദ ശ്രീവല്ലഭ ഗുരു സാർവഭൗമനെ ദർശിച്ചു. അദ്ദേഹം യോഗനിദ്രയിൽ നിന്ന് കണ്ണു തുറന്നു. ഓ, എന്തെന്ത് ചർച്ചകൾ! ശ്രീപാദൻ എന്ന ഒരാളുണ്ട്. അയാൾ ശിവസ്വരൂപനാണ്. ഞാൻ ശ്രീപാദനാണോ, അതോ ശ്രീപാദൻ എൻ്റെ രൂപത്തിൽ വന്നതാണോ? വാസ്തവത്തിൽ ഞാൻ ആരാണ്? ശ്രീമൻ ധർമ്മഗുപ്ത വിസ്തരിച്ചു പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ശ്രീ ധർമ്മഗുപ്തൻ ശ്രീപാദനോട് പറഞ്ഞു, സ്വാമി, ശ്രീ മഹാഗുരുവിൻ്റെ ദർശനത്തിനായി ഞാൻ പീഠികാപുരത്തു നിന്ന് പുറപ്പെട്ടപ്പോൾ എൻ്റെ സ്യാലനായ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി എന്നോട് ശ്രീപാദനുമായി വാദപ്രതിവാദം ചെയ്യുക എന്ന അജ്ഞാനത്തിൽ വീഴരുതെന്നും ശ്രീപാദനെ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടുകയുമാണ് വേണ്ടത് എന്ന് ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ചോദ്യങ്ങൾക്ക് ഞാൻ മൗനം ഭജിക്കുകയേ ചെയ്യുകയുള്ളൂ. വേദങ്ങൾ പോലും അവിടുത്തെ തത്വങ്ങളെക്കുറിച്ച് മൗനം ഭജിക്കുമ്പോൾ സാമാന്യനായ ഞാൻ അവിടുത്തെ മുമ്പിൽ ആരാണ്? എൻ്റെ ജ്ഞാനത്തിന് എന്ത് വില? ശ്രീപാദൻ പ്രസന്നവദനായി. എന്നെയും ശ്രീ ധർമ്മഗുപ്തനെയും തൻ്റെ പാദനമസ്കാരം ചെയ്യുവാൻ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിച്ച ഉടനെ ഞങ്ങളുടെ ബോധം കെട്ടു. ഞങ്ങൾ കുറേ സമയം ധ്യാനാവസ്ഥയിലായി. സായം സന്ധ്യയാകാറായി. ശ്രീപാദൻ ഞങ്ങളോട് കുരുംഗഡ്ഡയിൽ നിന്ന് കൃഷ്ണാനദിയുടെ അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു. ഞങ്ങൾ അനുസരിച്ചു. ശ്രീപാദൻ്റെ ദിവ്യലീലകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ രാത്രി ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ലീലകൾ ഏതുവിധമായിരിക്കുമെന്ന് മുൻകൂട്ടി പറയുവാൻ കഴിയുകയില്ല. ക്രമേണ ഞങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. എവിടെ നിന്നോ സുശ്രാവ്യമായ ഒരു ശബ്ദം വന്നുകൊണ്ടിരുന്നു. ഏതോ യോഗികൾ ശ്രീപാദ ശ്രീവല്ലഭ ദിഗംബര എന്ന നാമം ചൊല്ലുകയായിരുന്നു. അധ്യായം 26. ഉദയസമയത്ത് ഞങ്ങൾ ശ്രീപാദ ശ്രീവല്ലഭ ദർശനത്തിനായി കുരുംഗഡ്ഡയിൽ എത്തി. ശ്രീ ധർമ്മഗുപ്തന് ശ്രീപാദ ശ്രീവല്ലഭനിൽ നിന്ന് കലിയുഗത്തിൻ്റെ പ്രാദുർഭാവ വിശേഷങ്ങൾ അറിയണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ദിവസം ശ്രീപാദൻ ഏറ്റവും പ്രസന്നമായ വദനാരവിന്ദത്തോടെയും കാരുണ്യാമൃതം ചൊരിയുന്ന അമൃതദൃഷ്ടികളോടെയും ശോഭിച്ചു. അദ്ദേഹം തൻ്റെ ദിവ്യപാദപത്മങ്ങളെ സ്പർശിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകി. കലിയുഗോദ്ഭവ വിശേഷങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ കൃതാർത്ഥരാക്കണമെന്ന് ശ്രീ ധർമ്മഗുപ്തൻ ഗുരുവിനോട് പ്രാർത്ഥിച്ചു. ശ്രീചരണൻ പറഞ്ഞു, എൻ്റെ കുട്ടികളെ, കാലം പരമാത്മാവിൻ്റെ വിരാട് സ്വരൂപമാണ്. സൂര്യനെ കാലാത്മാവ് എന്ന് പറയാറുണ്ട്. സൂര്യന് ധനിഷ്ഠ അവിട്ടം നക്ഷത്രത്തിൽ തുടങ്ങി ശ്രാവണ തിരുവോണം നക്ഷത്രത്തെ ഒരു പ്രാവശ്യം ചുറ്റി തിരികെ ധനിഷ്ഠ നക്ഷത്രത്തിൽ എത്തുവാനുള്ള കാലത്തെ ബ്രഹ്മകൽപ്പം എന്ന് പറയുന്നു. ബ്രഹ്മകൽപ്പത്തിൻ്റെ ഒരു ഭാഗം സൃഷ്ടികൽപ്പവും ബാക്കി ഭാഗം പ്രളയകൽപ്പവുമാണ്. സാധാരണ മനുഷ്യരുടെ അനുഭവമായി പകലും രാത്രിയും ഉണ്ടാകുന്നു. പിതൃദേവതകളെ സംബന്ധിച്ച് കാലത്തിൻ്റെ പകുതി ഭാഗം ശുക്ലപക്ഷവും പകുതി ഭാഗം കൃഷ്ണപക്ഷവുമാണ്. സംവത്സര പുരുഷന് 6 മാസം ഉത്തരായണവും 6 മാസം ദക്ഷിണായനവുമാണ്. കാലചക്രത്തെ യോഗി തൻ്റെ ശരീരത്തിൽ ദർശിക്കുന്നു. ഈ രഹസ്യവിദ്യ താരക രാജയോഗവിദ്യ എന്ന് വിളിക്കപ്പെടുന്നു. അതിനെപ്പറ്റി അവബോധമില്ലാത്തവർക്ക് കാലജ്ഞാനം മനസ്സിലാവുകയില്ല. താരക രാജയോഗത്തിൽ ശരീരത്തെ ബ്രഹ്മാണ്ഡമായി കണക്കാക്കുന്നു. എല്ലാ ലോകങ്ങളും അതിലുണ്ട്.
നമ്മുടെ ശിരസിലെ ആലോചനാസ്ഥാനത്തെ ബ്രഹ്മലോകമായി കരുതുന്നു. പൊക്കിളാണ് വിഷ്ണുലോകം. രുദ്രലോകം ഹൃദയമാണ്. പിതൃദേവതകൾ നമ്മുടെ ശുക്ലത്തിൽ ജന്യദേവതകളായി സ്ഥിതി ചെയ്യുന്നു. ഈ ജന്യദേവതകൾ മാനവജാതി കഴിഞ്ഞ തലമുറകളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ തലമുറകളിലേക്ക് പകരുകയും ആ ഫലങ്ങളെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ കർമ്മഫലങ്ങൾ ക്രമപദ്ധതിയിലൂടെ കൈമാറുന്നതിന് കാലം അത്യന്താപേക്ഷിതമാണ്. കലിയുഗാന്തത്തിൻ്റെ ലക്ഷണങ്ങൾ. പിതൃദേവതകൾ എന്നാൽ മരിച്ചുപോയ വയസ്സുമൂത്തവരല്ല. പൂർവികരുടെ പേരിൽ ചെയ്യപ്പെടുന്ന ശ്രാദ്ധത്തിൻ്റെ ഫലങ്ങളെ സ്വീകരിച്ച് മരിച്ചുപോയവർക്ക് ഉത്തമഗതി നൽകുന്ന ജന്യദേവതകളാണ് അവർ. അവർക്ക് ഇനി ജന്മമില്ല. ഒരു യോഗി തൻ്റെ ശരീരത്തിലെ 6 യോഗചക്രങ്ങളെ പുറത്ത് ഒരു വർഷത്തിലെ 6 ഋതുക്കളായി കാണുന്നു. ഒരു കൊല്ലത്തിൽ 12 പൗർണമികളും 12 അമാവാസികളും ഉണ്ട്. ഈ 24 പുണ്യദിനങ്ങളെ ഗായത്രിയുടെ 24 ഛന്ദസ്സുകളായി മനസ്സിലാക്കണം. ചിലർ കാലസ്വരൂപനായ നാരായണനെ സംവത്സര പുരുഷനായി ഉപാസിക്കുന്നു. വിദ്യയെ ദ്വാദശാക്ഷരീ വിദ്യ എന്നു പറയുന്നു. ഓരോ മാസത്തിനും ഓരോ അക്ഷരം എന്ന കണക്കിൽ അത് 12 മാസങ്ങൾക്ക് 12 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമായി തീരുന്നു. താഴെ പറയുന്ന സംഭവവികാസങ്ങൾ കലിയുഗാവസാനത്തെ സൂചിപ്പിക്കുന്നു. നദികളിലും അരുവികളിലും ഉണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന വെള്ളപ്പൊക്കം, എല്ലാം അവസാനിക്കാൻ പോകുന്നതായി തോന്നിക്കുന്ന നിരന്തരമായ ഭൂമികുലുക്കങ്ങൾ, സൂര്യചന്ദ്രന്മാരുടെ ഗതിയിലുണ്ടാകുന്ന വ്യതിചലനം, പകൽ സമയത്ത് സൂര്യനെ മറയ്ക്കുന്ന കനത്ത മൂടൽ, ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭയാനകങ്ങളായ വാൽനക്ഷത്രങ്ങൾ, ഇവയെല്ലാം കലിയുഗാന്തത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. ദ്വാപരയുഗത്തിൻ്റെ അവസാനഘട്ടത്തിൽ പശ്ചിമ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ കലിയുഗത്തിൻ്റെ അധിപതിയായ കലിപുരുഷൻ ഘോരമായ തപസ്സു ചെയ്തു. ഈ വിഷയമെല്ലാം വേദവ്യാസ മഹർഷി തൻ്റെ ഭവിഷ്യപുരാണത്തിൽ വിവരിച്ചിട്ടുണ്ട്. മ്ലേച്ഛ ജാതിയുടെ ഉൽപ്പത്തി. വേദമന്ത്രങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും വിപുലമായ വ്യാപനത്തെ കണ്ട് കലിപുരുഷൻ മഹാദുഃഖത്തോടെ ഭഗവാനോട് ഉണർത്തിച്ചു. പ്രഭോ, എവിടെ നോക്കിയാലും ധർമ്മം അഗ്നിഹോത്രം പോലെ പ്രകാശിക്കുന്നു. ഇനി എങ്ങനെയാണ് എനിക്ക് കലിപ്രഭാവത്തെ പ്രചരിപ്പിക്കുവാൻ കഴിയുക? അങ്ങയുടെ വാഗ്ദാനത്തെ അനുസരിച്ച് എനിക്ക് എൻ്റെ യുഗധർമ്മത്തെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അത് അസാധ്യമായിരിക്കുന്നു. അപ്പോൾ ജഗത് പ്രഭു കലിക്ക് പശ്ചിമ സമുദ്രത്തിൽ ഒരു ദ്വീപ് കാണിച്ചു കൊടുത്തു. അവിടെ മ്ലേച്ഛജാതിയുടെ മൂലപുരുഷനായ ആദത്തെയും ഹവ്യവതി എന്ന സ്ത്രീയെയും കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആ സ്ത്രീ പുരുഷന്മാർക്ക് വിഹരിക്കുവാനായി സുന്ദരമായ ഒരു ഉദ്യാനവനത്തെ സൃഷ്ടിച്ചു. വാസ്തവത്തിൽ അവർ സഹോദരന്മാരായിരുന്നു. കലി ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ അവിടേക്ക് പ്രവേശിച്ചു. ആ 2 പേർ തമ്മിൽ അസാൻമാർഗികമായ കാമവികാരമുണ്ടാക്കി. അധാർമികമായി പിഴച്ച സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ അധപ്പതിച്ചപ്പോൾ അവരുടെ ദിവ്യശക്തികൾ ഇല്ലാതായി. ഈ ദമ്പതികളിൽ നിന്നാണ് കലിധർമ്മത്തിൻ്റെ മൂലമായ മ്ലേച്ഛജാതി ആവിർഭവിച്ചത്. ദ്വാപരയുഗത്തിൻ്റെ അവസാന ദശയിൽ യുഗാവസാനത്തിന് 2800 സംവത്സരങ്ങൾ ബാക്കിയുള്ളപ്പോൾ മ്ലേച്ഛദേശത്ത് അവരുടെ സന്തതി വർദ്ധിച്ചതായി ഭവിഷ്യപുരാണത്തിൽ പ്രതിസർഗ പർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീലാചലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദവും ഹവ്യവതിയും അവരുടെ പാപത്തിൻ്റെ ഫലം അനുഭവിച്ചു. ആര്യധർമ്മത്തെ ദുഷിപ്പിക്കുന്നവരും നാനാതരം ഭക്ഷ്യങ്ങൾ ഭക്ഷിക്കുന്നവരും ദുരാചാരികളുമായ സന്തതി വർദ്ധിച്ചു. എനിക്ക് കൽക്കിയായി അവതരിച്ച് കോടാനുകോടി അസന്മാർഗികളെ നശിപ്പിച്ച് സത്യയുഗത്തെ തിരികെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതാണ് വിദൂരഭാവിയിലെ എൻ്റെ പരിപാടി. അധ്യായം 27. പഞ്ചദേവ പഹാഡ് പ്രാന്തത്തിൽ വിരൂപാക്ഷ സന്ദർശനം. ശ്രീ ധർമ്മഗുപ്തനും ഞാനും കൃഷ്ണാനദിയുടെ മറുകരയിൽ എത്തി. അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. അന്ന് വ്യാഴാഴ്ചയായിരുന്നു. പവിത്രമായ ദിവസമാണ്. ശ്രീ ഗുരു സാർവഭൗമൻ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഭിക്ഷ സ്വീകരിക്കുന്ന ദിവസം. ശ്രീപാദൻ ഞങ്ങളോടൊരു വൈക്കോൽ വീടുണ്ടാക്കാൻ പറഞ്ഞു. അതും ഒരു ദിവസം കൊണ്ട്. ഞങ്ങൾക്ക് ആ പ്രദേശവുമായി വലിയ പരിചയമില്ല. വീട് വയ്ക്കാൻ ഒരു സ്ഥലം വേണം. വീട് പണിക്കുള്ള സാമഗ്രികൾ വേണം. പുരമേയുവാൻ വൈക്കോൽ വേണം. എല്ലാം ചെയ്യുവാൻ ഈ തൊഴിൽ ചെയ്ത് പരിചയമുള്ള പണിക്കാരും വേണം. പഞ്ചദേവ പഹാഡിൻ്റെ പ്രത്യേകത.
ലക്ഷ്യമില്ലാത്ത യാത്രികരെ പോലെ ഞങ്ങൾ ആ പ്രദേശത്ത് ഇവിടെയും അവിടെയും നടന്നു. ഞങ്ങൾ ഒരു വയലിലെത്തി. ഒരു കൃഷിക്കാരൻ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയായിരുന്നു. അയാൾ സ്ഥല ഉടമയ്ക്ക് ഇരിക്കുവാനായി അതിന് യോജിച്ച ഒരു സ്ഥലത്തൊരു ഉയർന്ന തറയും കെട്ടുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ ഉടമ ഞങ്ങളെ ഹാർദവമായി സ്വീകരിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഒരു ശൂദ്രൻ തരുന്ന ഭക്ഷണം കഴിക്കാമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായി. അയാൾ, ഓഹോ, നിങ്ങൾ എൻ്റെ പശുക്കളെ കട്ടെടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ വന്ന് ഇനിയും പശുക്കളുണ്ടെങ്കിൽ അവയെ കൂടി ആട്ടിക്കൊണ്ടു പോകാം എന്ന ഉദ്ദേശത്തോടെയാണ്. അങ്ങനെയുള്ള ദുരുദ്ദേശത്തോടെ വന്ന നിങ്ങൾക്ക് ഇപ്പോൾ വിചിത്രമായ ഒരു സംശയം, ശൂദ്രഭോജനം കഴിക്കാമോ എന്ന്. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഭൂ ഉടമസ്ഥൻ ഞങ്ങളെ മോഷ്ടാക്കളായിട്ടാണ് കാണുന്നത്. അസന്തുഷ്ടിയോടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. സംഭാഷണത്തിനിടയിൽ അയാളുടെ പേര് വിരൂപാക്ഷൻ എന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവർ 2 മരങ്ങളോട് ചേർത്ത് കെട്ടിയിട്ടു. ഞാൻ ഭിക്ഷ യാചിക്കുന്ന നിർധനനായൊരു ബ്രാഹ്മണനാണ്. എന്നാൽ ധർമ്മഗുപ്തൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. ഞങ്ങളുടെ കൈവശമുള്ള പണമെല്ലാം എടുക്കുവാൻ ജന്മി തൻ്റെ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ശ്രീപാദൻ്റെ ഊഹാതീത ദിവ്യ ലീലകൾ. ഞങ്ങളെ സംബന്ധിച്ച സത്യങ്ങൾ അവരോട് പറയുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സ്ഥല ഉടമസ്ഥൻ്റെ ആജ്ഞപ്രകാരം തടവുകാരാക്കപ്പെട്ട ഞങ്ങൾ നിസ്സഹായാവസ്ഥയിലായി. ഈ സമയത്ത് മൈലാർ എന്ന ഒരു കൂട്ടർ അവിടെ വന്നു. അവരുടെ ഇടയിൽ ഗംഗകാവിള്ളു എന്ന ഒരു ഉപവിഭാഗമുണ്ട്. അവരുടെ കൈവശം ശ്രീ വാസവി കന്യകാ പരമേശ്വരിയുടെ പീഠങ്ങൾ ഉണ്ടായിരിക്കും. അവർ നെറ്റിയിലും മറ്റും ത്രിപുണ്ഡ്രം ഭസ്മക്കുറി ധരിക്കുന്നു. ചെറിയ വിജയമണികൾ കയ്യിൽ ഉണ്ടായിരിക്കും. പാട്ടുകളും ശ്രീ കന്യകാ പരമേശ്വരി ദേവി സ്തുതി ഗീതങ്ങളും ആലപിക്കും. ചുമലിൽ ഏന്തുന്ന തണ്ടിൽ നിന്ന് തൂക്കിയിട്ട ഇടുങ്ങിയ കഴുത്തുള്ള വലിയ ലോഹപാത്രങ്ങളോടെ ഇവർ വിവാഹം, ശ്രീ വാസവി മാതാ ജയന്തി മുതലായ വിശേഷ അവസരങ്ങളിൽ വരുന്നു. ഇവരെ കൂടാതെ വീരമുഷ്ടികൾ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർ പല വർണ്ണങ്ങളുള്ള പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രഭ എന്ന വലിയ വസ്ത്രങ്ങൾ അരയിൽ കെട്ടി ജയ ജയധ്വനി മുഴക്കുന്ന മണി അടിച്ചുകൊണ്ടുവരുന്നു. വാളുകൾ, പരിചകൾ, പടച്ചട്ടകൾ മുതലായ യുദ്ധത്തിൻ്റെയും അധികാരത്തിൻ്റെയും പല ചിഹ്നങ്ങൾ ഈ പ്രഭകളിൽ പ്രദർശിപ്പിച്ചിരിക്കും. മൈലാരുക്കളുടെ കൂടെ വീരമുഷ്ടികളും ആ പ്രദേശത്തേക്ക് വന്നു. വിഷ്ണുവർദ്ധന മഹാരാജിൻ്റെ സൈനികരും ശ്രീ വാസവി മാതാവിൻ്റെ ഭക്തയായി തീർന്നു. അവർ ബാലാനഗരുക്കളുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തു. വാസവി മാതാവിൻ്റെ ഭക്തരായ ആ സൈനികരുടെ കുടുംബാംഗങ്ങളാണ് വീരമുഷ്ടികൾ. തങ്ങളുടെ ധനമാന പ്രാണങ്ങളെ ആ പവിത്ര യുദ്ധത്തിനായി അർപ്പിച്ചതുകൊണ്ട് അവരെ വൈശ്യപ്രഭുക്കൾ ശുഭ അവസരങ്ങളിൽ ആദരിക്കുന്നു. ആ കൃഷിക്കാരൻ മൈലാർമാർക്കും വീരമുഷ്ടികൾക്കും ഭക്ഷണം നൽകി സൽക്കരിച്ചു. പിന്നെ അയാൾ ഞങ്ങളെ അഴിച്ചുവിട്ടു. തൊഴുത്ത് നിർമ്മിക്കുന്നതിൽ സഹായിക്കുവാൻ അയാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ സമ്മതിച്ചു. ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മുഷ്ടിയിൽ മുഷ്ടി, വീരമുഷ്ടി എന്നാൽ എന്താണെന്നറിയാമോ? എനിക്കറിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. വൈകുന്നേരവും ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ അന്ന് രാത്രി അവിടെ താമസിച്ച് ഗോസമ്പത്ത് കാത്തുകൊള്ളണമെന്ന് അയാൾ നിർദ്ദേശിച്ചു. തൻ്റെ സേവന വൃന്ദത്തോടു കൂടി അയാൾ അവിടെ നിന്ന് പോയി. അന്നു രാത്രി ഞങ്ങൾ ശ്രീപാദനാമത്തെയും അദ്ദേഹത്തിൻ്റെ ലീലകളെയും അനുസ്മരിച്ചു. രാവിലെ ഞങ്ങൾ ഉണർന്നപ്പോൾ തൊഴുത്തിൽ പശുക്കളോ കാളകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തു വില കൊടുത്താണ് ആ സ്ഥലം വാങ്ങിയത് എന്ന് അയൽക്കാരായ കൃഷിക്കാർ ചോദിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അവരോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചില്ല. ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ കരുതി. സത്യം ഏതാണ് അസത്യം ഏതാണ് എന്ന് നിശ്ചയിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അപരിചിതനായ ഒരാൾ അവിടെ വന്നു. അയാൾ ഞങ്ങളെ ചോദ്യം ചെയ്തു. വാസവി കന്യക വൈശാഖ ശുദ്ധ ദശമി നാളാണോ സപ്തമി നാളാണോ ജനിച്ചത്? ശ്രീ വാസവി കന്യക ജനിച്ചത് ദശമി നാളാണെന്നും അന്ന് മുഴുവൻ ദശമി തിഥി ആയിരുന്നുവെന്നും അതൊരു വെള്ളിയാഴ്ച ആയിരുന്നുവെന്നും ശ്രീ ധർമ്മഗുപ്തൻ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ 2 ഭ്രാന്തന്മാർ കുരുംകട്ടയിൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന ആ ഭ്രാന്തൻ്റെ അടുത്തേക്ക് പോകുകയാണോ? ആ അപരിചിതൻ്റെ പെരുമാറ്റം ആക്ഷേപാർഹമായിരുന്നു. ശ്രീ ധർമ്മഗുപ്തൻ ഇപ്രകാരം പറഞ്ഞു, ഈ വഴിപോക്കൻ പറഞ്ഞത് അനിഷ്ടകരമായ രീതിയിലാണെങ്കിലും നമ്മുടെ കടമ എന്താണെന്ന് ഇയാൾ നമ്മെ പഠിപ്പിച്ചു.
നമ്മൾ ഉടനെ കുരുംഘട്ടയിലേക്ക് പോകണം. ഞങ്ങൾ ഒരു തോണിയിൽ കുരുംഘട്ടയിലേക്ക് പോയി. തോണിക്കാരന് കൊടുക്കുവാൻ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിലും പണമുണ്ടായിരുന്നില്ല. തോണിക്കാരൻ ഞങ്ങളെ ശകാരിച്ചു. കയ്യിൽ പണമുണ്ടോ ഇല്ലയോ എന്ന് തോണിയിൽ കയറുന്നതിന് മുമ്പ് പറയേണ്ടതായിരുന്നു. അത് നിങ്ങളുടെ ചുമതലയാണ്. അയാളുടെ നോട്ടം ശ്രീ ധർമ്മഗുപ്തനിൽ പതിച്ചു. ശ്രീ ധർമ്മഗുപ്തന്റെ വിരലുകളിൽ ഇട്ടിരുന്ന മോതിരങ്ങൾ അയാൾ ഊരിയെടുത്തു. തൻ്റെ കയ്യിൽ സൂക്ഷിക്കാതെ അവയെ അയാൾ നദിയിലേക്കെറിഞ്ഞു. ഞങ്ങൾ കുരുംഘട്ടയിൽ എത്തി. ശ്രീപാദൻ കൃഷ്ണാനദിയിൽ കുളി കഴിഞ്ഞ് അഗാധ ധ്യാനത്തിലായിരുന്നു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.